എല്ലാവർക്കും നമസ്കാരം. ഇത് ബാലുശ്ശേരിയിലത്തെ ഒരു തിരക്കാണ് കേട്ടോ. വിഷുദിനത്തിൽ ചെറിയ വിഷുയുടെ അന്ന് നമ്മൾ പടകം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. കുട്ടികളാണ് പോയത്. അപ്പോൾ ബാലുശ്ശേരിയിലത്തെ ഒരു തിരക്കാണ് അന്നത്തെ വിഷുത്തിരക്ക് തന്നെ. അപ്പോൾ അപ്പുറത്ത് കാണുന്ന ആ കടയാണ് നമ്മുടെ ബാബുവേട്ടൻ്റെ കടയാണ് കേട്ടോ. വളരെ കാലമായിട്ട് ബാലുശ്ശേരി പടക കച്ചവടം നടത്തുന്ന ആളാണ് ബാബുവേട്ടൻ. അപ്പോൾ അവിടെയാണ് സാധാരണ നമ്മൾ പടകം വാങ്ങാൻ പോകാറുള്ളത്. അപ്പോൾ നല്ല ട്രാഫിക്കാണ്. വൈകുന്നേരമാണ് സമയം, സന്ധ്യയായിട്ടുണ്ട്. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അവിടെ 2 നീല ഷർട്ടുകാരെ കാണുന്നില്ല, അതെൻ്റെ മക്കളാണ് കേട്ടോ. അവർ പടകം വാങ്ങാൻ പോയിരിക്കുകയാണ്. 2 പ്രാന്തന്മാരാണ്, പടകപ്രാന്തന്മാരാണ്. അവർക്ക് എത്ര വാങ്ങിയാലും മതിയാവില്ല, അങ്ങനെയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ പ്രാന്ത് അതുപോലെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പടകം വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വർഷം പടകമൊന്നും വാങ്ങിയില്ല. എൻ്റെ അടുത്ത് വാങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ വാങ്ങുമ്പോൾ കത്തുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ. അപ്പോൾ ഇവരാകുമ്പോൾ അവർക്ക് പൊട്ടുന്ന സാധനങ്ങളോടാണ് ഇഷ്ടം. അപ്പോൾ ഒരാടെ പടകമൊക്കെ വാങ്ങി ബില്ലാക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്, ഞാനും മോളും, മകൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ 2 പേരും ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാണ് അവിടെ. അപ്പോൾ നല്ല ട്രാഫിക്കാണ്. പോലീസുകാരന് അവിടെ നിന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ട്രാഫിക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അതാ ഒരു പടകം വാങ്ങി ഇറങ്ങി, കണ്ടോ, വലിയൊരു പെട്ടിയിലുണ്ട്. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും കണ്ടില്ലേ, നടന്നു വരുന്ന കണ്ടോ. ഇതാണ് ഇവരുടെ ഭ്രാന്ത്. നല്ല പടകം ഭ്രാന്തന്മാരാണ്. ബാബുവേട്ടൻ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് വേഗം കഴിച്ചിലാക്കി വിട്ടു, ബില്ലൊക്കെ ആക്കി. അങ്ങനെ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ കുറുക്ക് വഴിക്ക് ചാടി, ബൈപ്പാസിന് ചാടി. വരുന്ന വഴിക്ക് പനങ്ങാട് ഫെസ്റ്റ് കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, രാത്രി ഇല്ലുമിനേറ്റഡ് വ്യൂ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ വീട്ടിലെത്തി പടകമൊക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. 1 മീറ്റർ നീളമുള്ള കമ്പിത്തിരിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഈ പടകത്തിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. കാരണം 2 ആളും കൂടെ ലോഡ് ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പടകമൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അൺബോക്സ് ചെയ്തൊക്കെ നേരെയാക്കി എടുത്തു വെക്കണം. രാവിലെ കണി കണ്ടിട്ട് പൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ 2 പേരും കൂടി അതിൻ്റെ ഒരു പണിയിലേക്ക് കടന്നു. ഞങ്ങൾ 2 ആളും ഇപ്പുറത്തിരിക്കുകയാണ്. മോളെന്തൊക്കെയോ അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് 600 എണ്ണമുള്ള ഒരു പെട്ടി പൊട്ടിച്ച് അപ്പം തന്നെ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അവർ. അപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ പടകമൊന്നും പൊട്ടിച്ചില്ല. ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങിക്കാനൊന്നും. അവർ ആ ഒരു ബ്രിമ്മിലാണ് അവർ വന്നത്. പിന്നെ സമയം ഉണ്ടായിരുന്നില്ല വാങ്ങിക്കാനൊന്നും. അപ്പോൾ ഇന്നാണ് പടകമൊക്കെ വാങ്ങിയത്. അങ്ങനെ പടകം പൊട്ടിക്കാനുള്ള പുറപ്പാടാണ്. 600 ഷോട്ട്സ്, ഒരുപാട് എണ്ണമുള്ള ഒരു കുറേ ഉണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെയൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ കോവപ്പടകം, ഡബിൾ കോവ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ 600, 1000 ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് പണ്ടത്തേലും പടകം ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പടകം പൊട്ടിക്കുക അല്ലേ, വിഷുവിന് കണി കാണുക, ഇതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. എല്ലാ വർഷവും പിള്ളേർ വിഷുവിന് എന്തായാലും വരും, കാരണം ഇവർക്ക് പടകം പൊട്ടിക്കണം, അതാണ്. അപ്പോൾ ഇവനെന്തായാലും ബാംഗ്ലൂരിൽ നിന്ന് 2 പേരും വരും. അവരവിടെ പടകം പൊട്ടിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. രാത്രിയായി, കണ്ടില്ലേ, മതിലിൻ്റെ മുകളിലൊക്കെ അങ്ങനെ നടത്തി വെക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ടു നോക്കൂ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിഷു ആഘോഷം. കാര്യമായിട്ട് പടകം പൊട്ടിക്കൽ തന്നെയാണ്. സദ്യക്കൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത്യാവശ്യം സദ്യയൊക്കെ ഉണ്ടാക്കാറുണ്ട്. എല്ലാ പ്രാവശ്യവും എന്ത് സദ്യ ആണെങ്കിലും ഇവിടെ അടപ്രഥമൻ നിർബന്ധമാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അടപ്രഥമനാണ് ഉണ്ടാക്കുക. ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നോട്ടോ. വിഷുവിനായാലും ഓണത്തിനായാലും ഇവിടെ അടപ്രഥമൻ ഉണ്ടാവും. അപ്പോൾ അവർ തീ കൊടുക്കാൻ പോകുമെന്ന് തോന്നുന്നു. അതെ, തീ കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ പൊട്ടലൊക്കെ കഴിയണം. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു വിഷു. അത് കഴിഞ്ഞിട്ട് കുറേ ഡാൻസൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടോളൂ. അപ്പോൾ എനിക്ക് എവിടുന്ന ഈ പ്രാന്തൊക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നെ പിള്ളേർക്കായാലും എൻ്റെ ഹസ്ബൻഡായാലും ഇതേമാതിരിയായിരുന്നു. ഞങ്ങൾക്കൊക്കെ കുറച്ച് പ്രാന്തുള്ള ടൈപ്പാണ്.
ഹാപ്പി വിഷു. ഇനി അങ്ങോട്ട് അധികം സമയം പോലെ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പണ്ടൊക്കെ വിഷുക്കാലത്ത് പടക്കം വാങ്ങിയാൽ അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാവരും കൂടെ വന്നിട്ടാണ് പൊട്ടിക്കുക. കാലം മാറിയപ്പോൾ എന്താ പറയുക, എല്ലാവരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്സായിട്ട് മാറി. ഇപ്പോൾ അങ്ങനെ അടുത്ത വീടുകളിൽ പോവുക അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. എന്നിരുന്നാലും ഞങ്ങളിവിടെ എന്തായാലും കുട്ടികളൊക്കെ ഉണ്ട്. എൻ്റെ മക്കളുണ്ട്, പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ പൊട്ടിക്കണം. പുറത്തുനിന്നൊന്നും ആരും അങ്ങനെ വരാറില്ല. അവിടെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു. പിന്നെ എല്ലാ വീട്ടിലും അത്യാവശ്യം പടകമൊക്കെ ഉണ്ടാകുമല്ലോ പൊട്ടിക്കാൻ. പണ്ട് അങ്ങനെ പടക്കമൊന്നും വാങ്ങില്ലല്ലോ എല്ലാ വീടുകളിലൊന്നും. അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ വന്നിട്ട് നല്ല രസമായിരുന്നു. നമുക്ക് ഉത്തരവാദിത്തമാണ് കുട്ടികൾക്കൊന്നും അപകടം പറ്റാതെ പടക്കമൊക്കെ പൊട്ടിക്കണമല്ലോ. അപ്പോൾ പിള്ളേർ പൊട്ടിച്ച് തീരുന്നവരെ നമ്മൾ കൂടെ നിൽക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത്. അതൊക്കെ നല്ല കുറേ ഓർമ്മകളാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അധികം ആളുകൾ ഉണ്ടാവില്ല. എന്നാലും വിഷു ഞങ്ങളേതായാലും നന്നായിട്ട് തന്നെ അടിച്ചു പൊളിച്ചു. മൂത്ത ആളാണ് അതുൽ. അവനാണ് പടകത്തിൻ്റെ സ്പോൺസർ. അവർക്ക് ഈ പൊട്ടുന്നതും എന്താ പറയുക കത്തുന്നതും പല തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കും. ഞാനാണെങ്കിൽ വലിയ പൊട്ടുന്ന സാധനങ്ങളൊക്കെ കുറവായിരിക്കും. മുകളിൽ പോയി പൊട്ടുന്ന സാധനം ഇങ്ങനെയുള്ളതൊക്കെ ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എന്തായാലും വിഷു അടിച്ചു പൊളിച്ചു. ലാത്തിരി പൂത്തിരി കുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ ലാത്തിരി പൂത്തിരി കുന്തിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സേ ആശ്വസിക്കൂ ആവോളം മനസ്സേ ആശ്വസിക്കൂ ആവോളം ലാത്തിരി പൂത്തിരി കമ്പിരിപ്പത്തോ ഈ പാട്ടും പാടിയാണ് ഞങ്ങൾ ഡാൻസ് ചെയ്തത് കേട്ടോ. പക്ഷേ പാട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പാടിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, എനിക്കതിൻ്റെ വേർഡ്സൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഡാൻസൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ഭ്രാന്ത് കേട്ടോ. നമ്മൾ വീട്ടിലിങ്ങനെയാണ്. ഹസ്ബൻഡുള്ള കാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര ഡാൻസും കളിയും തമാശയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെയാണ് മക്കളാണ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവരും നല്ല തമാശയും കളിയൊക്കെയാണ്. ഇവരില്ലെങ്കിൽ സമയം പോവില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഒരു എന്താ പറയുക ഹരാക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓണത്തിനായാലും വിഷുവിനായാലും പിള്ളേർ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. കുട്ടികളുണ്ടെങ്കിൽ എന്തിനും രസമുള്ളൂ അല്ലേ. നമ്മൾ തന്നെയാകുമ്പോൾ നമുക്ക് മടുക്കും, ഒന്നിനും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ ഇവരാണെങ്കിൽ ഭയങ്കര ഹരാക്കുന്ന ആൾക്കാരാണ് അതിനും. അപ്പോൾ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു വിഷു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങൾ. വീട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ ഭയങ്കര. പിന്നെ അവിടുന്ന് അടുത്തടുത്താണ് എല്ലാ വീടുകളും. ജ്യേഷ്ഠാനുജന്മാരുടെ വീടുകളൊക്കെ അടുത്തടുത്തുണ്ട്. സിസ്റ്റേഴ്സ് ഉണ്ട്, സിസ്റ്റർ ഇൻ ലോസ്, ബ്രദർ ഇൻ ലോസ് എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, അങ്ങനെ എല്ലായ്ക്കിലും ഒന്ന് കയറുക ഇറങ്ങുക. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആഘോഷങ്ങളെല്ലാം. ആഘോഷ ദിവസങ്ങളിൽ കുട്ടികളൊക്കെ ഉണ്ടാവും. എല്ലാവരും എല്ലാ വീട്ടിലും വരും. അങ്ങനെ രസമായിട്ട് പോകും. നല്ല രസമായിരുന്നു ഈ വർഷത്തെ. അതുപോലെ എല്ലാ വർഷവും അതുപോലെ തന്നെയാണ്. വിഷുവും ഓണവും ഒക്കെ എല്ലാ വീടുകളിലും പോവുക. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.